അച്ഛനെ ഈ ലൈറ്റ് എവിടേക്കാ ഫിറ്റ് ചെയ്യേണ്ടത്? നല്ല വെളിച്ചം ഉണ്ടാ അച്ഛൻ്റെ വെളിച്ചം കൂടി എന്ന് പറഞ്ഞിട്ട് അച്ഛൻ നിങ്ങൾ ഈ ഡ്രോയിങ് നന്നായി നോക്കട്ടാ. എന്നിട്ട് ഈ ഡ്രോയിങ് പ്രകാരം നിങ്ങൾ കറക്റ്റായിട്ട് ചെയ്താൽ മതി. ശരിക്കും ഈ ഡയോഡ് ഇല്ലേ, IN4007 എന്ന് പറഞ്ഞ ഡയോഡ്, അത് ഈ സിൽവർ ഭാഗം നമ്മുടെ വണ്ണിലേക്ക് വരണം. നമ്മുടെ 5 പിൻ റിലേ എടുത്തിട്ടുണ്ടെങ്കിൽ 12 വോൾട്ടിൻ്റെ ഉണ്ട്, 12 വോൾട്ടിൻ്റെ ഉണ്ട് റിലേ. അതൊരു ഭാഗത്തേക്ക് അഡാപ്റ്ററിൽ നിന്ന് ചാർജ് എങ്ങനെ കട്ടായിട്ടുണ്ടെങ്കിൽ തിരിച്ച് ഇതിൻ്റെ ഉള്ളിലേക്ക് കയറാൻ പാടില്ല. ബാറ്ററിയിൽ നിന്ന് നമ്മുടെ അഡാപ്റ്ററിൻ്റെ ഉള്ളിലേക്ക് അതിന് വേണ്ടിയിട്ട് ചെയ്യുന്നതാണ്. കറണ്ട് പോയിട്ടുണ്ടെങ്കിൽ ഒരു സൈഡിലേക്ക് അതൊരു വാൽവ് പോലെയാണ്, നോൺ റിട്ടേൺ വാൽവ് പോലെയാണ് ഈ ഡയോഡ് എന്ന് പറയുന്നത്. അതിൻ്റെ അവസ്ഥ അതാണ്. ഡയോഡ് അഞ്ചയ്ക്ക് കടയിൽ നിന്ന് കിട്ടിയില്ല. അപ്പോൾ ഞാൻ വീട്ടിലത്തെ സഞ്ചി നോക്കിയപ്പോൾ അതിൽ കിടന്ന ഒരു PCB എന്ന് പറിച്ചെടുത്താണ് നമ്മുടെ ഡയോഡ്. അപ്പോൾ ഞാൻ എൻ്റെ പഴയ ഗ്ലാമറിൻ്റെ എൻ്റെ വണ്ടിയുണ്ട്, അതിൻ്റെ 12 വോൾട്ട് 5Ah ബാറ്ററിയാണ്. അപ്പോൾ അതിൽ നിന്ന് നമുക്കൊരു 4 മണിക്കൂറോളം ഈ 15 വാട്ടിൻ്റെ ബൾബ് നമുക്ക് എത്തിക്കാം. അതിനുള്ള പരിപാടിയാണ് ചെയ്തത്. അപ്പോൾ നന്നായിട്ട് ഒരു 4 മണിക്കൂർ നിൽക്കും. കറണ്ട് പോയിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് നിൽക്കും. വേണമെങ്കിൽ സോളാറിൽ കണക്ട് ചെയ്യാം. ആ സോളാറിൽ കൊടുക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ബാറ്ററിയിൽ ചാർജ് ചെയ്താൽ മതി. നമുക്ക് അങ്ങനെയും ചെയ്യാം. ഈ റിലേ 12 വോൾട്ട് റിലേയിൽ എല്ലാത്തിലും, അതായത് 5ാമത്തെ പിന്നിൽ അത് നമുക്ക് വേണ്ട, എന്നോ നമുക്ക് വേണ്ട. ബാക്കി എല്ലാത്തിലും നമ്മൾ ഒന്ന് ഒരു ചെറിയ DC വയറെന്നൊക്കെ പറയില്ലേ, അത് നമ്മൾ ചെറുതായിട്ടൊന്ന് പിടിപ്പിക്കുക, അതിലേക്ക് സോൾഡർ ചെയ്ത് പിടിപ്പിക്കുക, അത്രേ ഉള്ളൂ. ലെഡ് കൊണ്ട് ഒന്ന് പിടിപ്പിച്ചു. എന്നിട്ട് നമ്മുടെ വണ്ണ് കൊടുത്തു. അതിൻ്റെ അഡാപ്റ്ററിൻ്റെ പോസിറ്റീവ് ഇട്ടാണ്. അഡാപ്റ്റർ ഇല്ലേ 12 വാൾട്ട്, ഞാൻ 2 ആംപിയർ AC to DC അഡാപ്റ്റർ എടുത്തത്. അതിൻ്റെ പോസിറ്റീവിലേക്ക് നമ്മൾ വണ്ണ് കൊടുത്തു. ഇത് പറഞ്ഞാൽ ചിലപ്പോൾ മനസ്സിലാവില്ലേ, നിങ്ങൾ ഈ ഡയഗ്രാം പ്രകാരം കറക്റ്റായിട്ട് ചെയ്താൽ മതി. പിന്നെ ഈ അഡാപ്റ്ററിൻ്റെ നെഗറ്റീവ് ഉണ്ടല്ലോ, അത് കോമൺ ആയിട്ട് പൊക്കോണത്, അത് 2ലേക്ക് കൊടുത്തു. അതിൽ നിന്ന് ബൾബിൻ്റെ നെഗറ്റീവും അതിലേക്ക് തന്നെ കൊടുക്കണം. പിന്നെ ബാറ്ററിയുടെ നെഗറ്റീവ് അതിലേക്ക് തന്നെ കൊടുക്കണം. ഈ 3 അതിലേക്ക് കൊടുത്തു. അതൊക്കെ. പിന്നെ ഈ 3 എന്ന് പറയുന്നുണ്ടല്ലേ, 3ാമത്തെ പിന്ന് അതിൻ്റെ ബാറ്ററിയുടെ പോസിറ്റീവ് കൊടുത്തു. പിന്നെ 2ാമത്തെ പിന്ന് നമ്മൾ ജോയിൻ്റ് ചെയ്ത് കൊടുത്തു. ഓക്കെ. പിന്നെ 4ാമത്തെ പിന്ന് കൊടുക്കുന്നത് നമ്മുടെ ബൾബിൻ്റെ, അതായത് 15 വാട്ട് DC ബൾബ് ഞാൻ എടുത്തുകൊണ്ട്. അപ്പോൾ അഡാപ്റ്ററിൽ നമ്മൾ AC കൊടുത്തപ്പോൾ അത് ചാർജ് ആയിക്കൊണ്ടിരിക്കും, ബാറ്ററി ചാർജ് ആവും. അത് ഓഫ് ചെയ്തപ്പോൾ കണ്ടില്ലേ, ലൈറ്റ് കത്തി. പിന്നെ നമ്മൾ ചാർജ് ചെയ്താൽ അപ്പോൾ ലൈറ്റ് ഓഫ് ആവും ചെയ്യും, ബാറ്ററി ചാർജ് ആവും ചെയ്യും. ഇതിപ്പോൾ നമ്മുടെ കടയിലാണ് വെച്ചേക്കുന്നത്, റാക്കിൻ്റെ മുകളിൽ വെച്ചേക്കുന്നത്. അതിൻ്റെ മുകളിൽ കറക്റ്റായിട്ട് വെച്ച് കൊടുത്തു, ഫിക്സായി. പിന്നെ നമ്മൾ ആ ബൾബ് അവിടെ വെച്ചു, ഇവിടെ നിന്ന് നമ്മൾ കണക്ട് ചെയ്തു. ഈ അഡാപ്റ്റർ അവിടെ വെച്ചു, അഡാപ്റ്റർ പിടിപ്പിച്ചപ്പോൾ ലൈറ്റ് അവിടെ കത്തും. എന്ന് പറയുന്നത് ഒരു മാഗ്നറ്റിക് സ്വിച്ചാണ്. അത് റിപ്പൽ ചെയ്യുന്നുണ്ട്, അട്രാക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരു സ്വിച്ചായിട്ട് വർക്ക് ചെയ്യുന്നു. വാട്സിൻ്റെ LED നമുക്ക് കിട്ടും. അത് 15 രൂപ ഉണ്ടല്ലോ. അത് നമുക്ക് പഴയ ബൾബിൽ കിട്ടിയിട്ടൊന്ന് ഹീറ്റ് സിങ്ക് അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി.